ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. ഒറ്റ പ്രാവശ്യമെങ്കിലും ഈ പാസ്ത കഴിച്ചു നോക്കണം കേട്ടോ. എന്തായാലും ആൽഫ്രഡോ പാസ്തയായിട്ട് ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഭയങ്കര ടേസ്റ്റായിട്ട് ഇത് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിപ്പോൾ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1/2 കപ്പ് ക്യാരറ്റും ഒരു 300 ഗ്രാം ചിക്കനും ഉണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഒന്ന് വേവിച്ചെടുക്കണം. വേവിക്കുന്ന സമയത്തിലേക്ക് ഇനി വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും, അഥവാ നിങ്ങളെ കൈമലി വൈറ്റ് പെപ്പർ ഇല്ലേ അതുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ കുരുമുളക് ചതച്ചത് ആണെങ്കിൽ അങ്ങനെയെങ്കിലും ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ കുരുമുളകിൻ്റെ പൊടിയാണ്, അതും 1/2 ടീസ്പൂൺ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 8-7 മിനിറ്റ് അത്രയും സമയം മതി കേട്ടോ. ആ സമയം കൊണ്ട് തന്നെ ഈ ക്യാരറ്റും ചിക്കനും കൂടി നല്ലോണം കുക്കായിട്ട് കിട്ടും കേട്ടോ. ഇതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ, പെട്ടെന്ന് കുക്കായി കിട്ടിക്കോളും. അപ്പോൾ ഇതാ ഏകദേശം ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്, കുക്കാകുകയും ചെയ്തിട്ടുണ്ട് ചിക്കനും ക്യാരറ്റും ഒക്കെ. ഇനിയിപ്പോൾ ഞാൻ ഈ വെള്ളം ഒന്നും കൂടി വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ വേറൊരു വലിയ പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ചധികം തന്നെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പാസ്ത വേവിക്കാനാട്ടോ ഇങ്ങനെ കുറച്ചധികം തന്നെ വെള്ളം വെച്ചത്. ഇനിയിപ്പോൾ ഇതിലേക്ക് പാസ്ത വേവിക്കാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ പാസ്ത വേവിക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കേണ്ടിയിട്ടാട്ടോ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടിക്കോളും. ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെക്കാൻ നല്ലോണം വെട്ടി തിളക്കണം കേട്ടോ. അതിന് ശേഷം മാത്രമാണ് നമ്മളിപ്പോൾ പാസ്ത ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതാ ഞാനിതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇതാ ഈ പാസ്ത ഇട്ട് കൊടുത്തത്, ഈ പെനെ പാസ്ത ഇല്ലേ അതാട്ടോ വേണ്ടത്. ഈ ആൽഫ്രഡോ പാസ്ത ഇല്ലേ അതിനൊക്കെ ഈ പാസ്ത ആയിട്ട് എടുക്കൽ. ഈ പാസ്തയിൽ പല ടൈപ്പിലുണ്ട്, പല ഷേപ്പിലുണ്ട്. ജസ്റ്റ് ഷേപ്പ് വ്യത്യാസം എന്ന് മാത്രമേ ഉള്ളൂ, വേറെ എന്താ പറയുക വേറെ ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ ഇതാ ഈ പാസ്ത ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 2 കപ്പ് പാസ്ത ആട്ടോ എടുത്തത്, പെനെ പാസ്ത. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ പാസ്ത ഏകദേശം നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇതിൽ തന്നെ നല്ലോണം കുക്കാക്കി എടുക്കണം കേട്ടോ. നമ്മൾ ക്രീമിൽ നിന്ന് ബാക്കി അങ്ങനെ കുക്കായിരുന്നു എന്ന് വിചാരിക്കരുത്. ഇതിൽ തന്നെ നല്ലോണം കുക്കാക്കി എടുക്കണം. എന്ന് വെച്ചാൽ അതിൽ നിന്ന് നമ്മൾ ക്രീമിൽ മിക്സ് ചെയ്യാൻ മാത്രമേ കേട്ടോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ പാത്രം ഒന്ന് കഴുകിയിട്ട് ഞാൻ വീണ്ടും വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഓയിലില്ലേ അത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇല്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ നല്ലോണം ഒന്ന് മെൽറ്റായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ബട്ടർ ഇവിടെ നല്ലോണം മെൽറ്റായി വന്നപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെളുത്തുള്ളിയില്ലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എന്താ പറയുക ബട്ടറിൽ കിടന്ന് നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. അവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇല്ലേ ചതച്ച മുളകില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ എരിവ് നോക്കിയിട്ട് ആ മുളകിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ 1/2 ടീസ്പൂണാണ് ഇട്ടിട്ടുള്ളൂ. നേരത്തെ കുരുമുളകും ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഒരുപാട് എരിവ് ആക്കുന്നില്ല. ഇനിയിപ്പോൾ ഇതാ ഈ കുക്കിംഗ് ക്രീമാട്ടോ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ 250 ml എടുത്തത്, അത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുക്കിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീമാട്ടോ വേണ്ടത്. എനിക്കിപ്പോൾ ഇവിടെ കുക്കിംഗ് ക്രീമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നാട്ടിലാണെങ്കിൽ നമുക്ക് ഫ്രഷ് ക്രീം കിട്ടും, അപ്പോൾ അത് ഉപയോഗിച്ചാലും മതി കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് തിളച്ച് വന്നാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച് പാസ്ത ഇല്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മിക്സ് ചെയ്യുമ്പോൾ ഇത് ആദ്യം ഒന്ന് ലൂസായ പോലെയൊക്കെ ഉണ്ടാവും കേട്ടോ. അത് പ്രശ്നമല്ല, അതൊന്ന് തിളച്ച് വരുമ്പോൾ നല്ലോണം തിക്കായിക്കോളും. ഈ സമയത്ത് ഉപ്പൊക്കെ വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് നമ്മളിനി ചീസും കൂടി ഇടുമല്ലോ, അതുകൊണ്ട് ഒരുപാട് ഉപ്പായി പോവരുത്. ഇനിയിപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച ചിക്കനും ക്യാരറ്റും ഇല്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇടുന്നില്ലെങ്കിൽ ഇടണ്ട കേട്ടോ. അങ്ങനെയല്ല,
പ്ലെയിൻ ആയിട്ട് ഇതേപോലെ ഉണ്ടാക്കും. ചിക്കനും ഇടുമ്പോൾ ഒരു നല്ല ഫ്ലേവർ ആയിരിക്കും. ഇടയ്ക്ക് ക്യാരറ്റൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഏകദേശം 1 കപ്പോളം മൊസറല്ല ചീസാണ് എടുത്തത്. ചഡാർ ചീസ്, സ്ലൈസഡ് ചീസ് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. എന്നിട്ടിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കഴിയുമ്പോൾ ഈ ചീസൊക്കെ ഒന്ന് മെൽട്ടായിട്ട് നല്ലൊരു നല്ല തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും കേട്ടോ. ഒരു പ്രാവശ്യം കഴിച്ചാൽ എന്തായാലും ഇത് വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് പറയണം കേട്ടോ. അപ്പം മറ്റൊരു റെസിപ്പി ആയിട്ട് പെട്ടെന്ന് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.